മഹല്ല് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഒക്കെ ഇന്ന് ഖബർസ്ഥാനിൽ അന്വേഷണം കൊള്ളുകയാണ്. റബ്ബ് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത്, ഈ പിഞ്ചു മക്കളെ പഠിപ്പിച്ച് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഏകദേശം 1-1.5 മാസത്തോളമായി ഓരോ പരിപാടികളുമായി പാട്ടും പ്രസംഗവുമായി പഠിപ്പിച്ച നമ്മളുടെ മദ്രസയിലെ പ്രിയപ്പെട്ട അധ്യാപകർ, സദർ മുഅല്ലിമിന്റെ നേതൃത്വത്തിൽ ഉള്ള അധ്യാപകരെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനം പൊതിയുന്നതിന് വേണ്ടി വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും ഓടിയെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്. ആ യുവാക്കളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 2-3 ദിവസമായി 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ആ യുവാക്കൾ വീട്ടിലേക്ക് പോകുന്നവർ. ഉമ്മമാരിത് കേൾക്കുന്നുണ്ടാവും. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്യുന്നവരാണ്. ഏത് സമയത്തും പള്ളിക്ക് വേണ്ടി ഓരോ പ്രവർത്തനത്തിന് വേണ്ടി വിളിച്ചാൽ ഓടിയെത്തുന്ന യുവാക്കളെ പ്രസവിച്ചു എന്നുള്ള അഭിമാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. എനിക്ക് വളരെ സന്തോഷമാണ്. ഏത് സമയത്ത് വിളിച്ചാൽ യുവാക്കളെ പല മഹലിനും കിട്ടുന്നില്ല എന്ന് പല റേഞ്ച് മീറ്റിംഗിലും പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനമാണ്. ആ യുവാക്കൾ ഏത് സമയത്ത് വിളിച്ചാൽ വരുന്നു, പള്ളിയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങളിരിക്കുന്ന ചെയറടക്കം അവരോധിക്കേണ്ട ചെയറുകളാണ്. അതിനൊക്കെ വളരെയധികം സ്നേഹവും സന്തോഷവും ആദരവും കൊണ്ട് അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സദർ മുഅല്ലിമിനെ ക്ഷണിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.